പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കുർബാനയനുഭവ ധ്യാനത്തിൻ്റെ 5-ാം ദിനത്തിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കാം. ഇന്നലെ 4-ാം ദിവസം നാം പ്രധാനമായും ചിന്തിച്ചത് ഈ ലോകത്തിലെ എല്ലാ ഭക്തകൃത്യങ്ങളും സൽകൃത്യങ്ങളും കൂടി ഒരുമിച്ച് കൂട്ടിയാലും ഒരു കുർബാനയോടും വരികയില്ല. അത്ര മഹത്വമുള്ളതാണ് കുർബാന. കാരണം ജപമാല ഉൾപ്പെടെ ബാക്കി എല്ലാ ഭക്താനുഷ്ഠാനങ്ങളും നാം ദൈവത്തോട് ചേർന്ന് ചെയ്യുന്നതാണെങ്കിൽ കുർബാന ദൈവം നേരിട്ട് നമുക്കായി ചെയ്യുന്നതാണ്. ജപമാല എന്നും കരുണക്കൊന്തി എന്നും മോശമാണെന്നല്ല പറഞ്ഞത്. പക്ഷേ ഈ കുർബാനയുടെ മഹത്വം നമ്മുടെ തലയിലേക്ക് വന്ന് കയറിയാൽ കുർബാനയ്ക്കായിട്ട് ലഭിക്കുന്ന അവസരങ്ങളൊന്നും നാം നഷ്ടപ്പെടുത്തുകയില്ല. ബാക്കി എല്ലാ ഭക്താനുഷ്ഠാനങ്ങളും കുർബാനയിൽ എത്തി നിൽക്കണം. കുർബാനയെ ഭക്തിയോടെ അർപ്പിക്കാൻ നമ്മെ സഹായിക്കണം. ഇതാണ് ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത്. ഒരു കൊച്ചുദാഹരണം കൂടി പറയാം. നിങ്ങളുടെ ഇടവക പള്ളിയിൽ രാവിലെ അന്ന് 8 മണിക്കൊരു കുർബാന മാത്രമേ ഉള്ളൂ. കുർബാന അർപ്പിക്കുവാൻ ചെല്ലുകയാണ്. അപ്പോൾ പള്ളിയുടെ മുൻപിൽ നിന്നുകൊണ്ട് ഉത്തരവാദിത്തമുള്ള ഒരാൾ പറഞ്ഞു, അച്ഛൻ്റെ മുറിയുടെ അടുത്ത് ഗസ്റ്റ് റൂമിൽ ബഹുമാനപ്പെട്ട ഡൊമിനിക് വാളമനാലച്ചൻ അല്ലെങ്കിൽ സേവ്യർ ഖാൻ വട്ടായിലച്ചൻ എത്തിയിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കൗൺസിലിങ്ങിന് അവസരം തരാം. നിങ്ങൾക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കൗൺസിലിങ്ങിന് പോകാനുള്ള പ്രലോഭനമുണ്ടാകും. കാരണം വാളമനാലച്ചനെ അല്ലെങ്കിൽ ഡൊമിനിക് അച്ഛനെ അല്ലെങ്കിൽ സേവ്യർ ഖാൻ അച്ഛനെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും പിന്നെ ഇങ്ങനെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാനുള്ള അവസരം കിട്ടുകയില്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എത്ര പ്രശസ്തനായ ധ്യാനഗുരു അല്ലെങ്കിൽ നമ്മുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്നതിനേക്കാൾ അനുഗ്രഹം, ഹീലിംഗ് ഓരോ കുർബാനയിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് തിരിച്ചറിയാനാവുന്നില്ല. നമ്മളതുകൊണ്ട് ഈ ഫീലിംഗ് ലെവലിൽ നിന്നും ഹീലിംഗ് ലെവലിലേക്ക് പോകണമെങ്കിൽ കുർബാനയുടെ മഹത്വം നമ്മൾ തിരിച്ചറിയണം. സഭയും പരിശുദ്ധ കുർബാനയും എന്ന ചാക്രിക ലേഖനത്തിൽ ജോൺ പോൾ പാപ്പ ഉള്ളിൽ തട്ടി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു: എൻ്റെ പ്രിയ ദൈവജനമേ, വിശുദ്ധ കുർബാനയുടെ ശക്തി നിങ്ങൾ തിരിച്ചറിയണം. ഞാൻ എത്രയോ തവണ അത് തിരിച്ചറിഞ്ഞു. എൻ്റെ ജനവും തിരിച്ചറിയണം. എന്നിട്ട് പാപ്പ തൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം പങ്കുവെക്കുന്നുണ്ട്. 1946 നവംബർ മാസം 2-ാം തീയതി പോളണ്ടിലെ ക്രാക്കോവിലെ വേവൽ കത്തീഡ്രലിൽ ആദ്യ കുർബാന അർപ്പിക്കുകയാണ്. പ്രഥമ ദിവ്യബലി. അഭിവന്യ പിതാവ് പട്ടം നൽകി. അതിനുശേഷം ഈ കരോൾ ഒയ്ത്തിവ എന്ന് പറയുന്ന കൊച്ചച്ഛൻ കുർബാന അർപ്പിക്കുകയാണ്. കുർബാനയുടെ ആദ്യ ഭാഗമൊക്കെ കഴിഞ്ഞ് കൂദാശാവചനങ്ങൾ ഉച്ചരിച്ചപ്പോൾ, ഇത് എൻ്റെ ശരീരമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. ഇതെൻ്റെ രക്തമാകുന്നു, നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവിൻ. എന്നിട്ട് ഈ അഭിവന്യ പിതാവ് ജോൺ പോൾ പാപ്പ പറയുകയാണ്, ഈ കൂദാശാവചനങ്ങൾ ഉച്ചരിച്ച ശേഷം അപ്പത്തിലേക്കും പാനപാത്രത്തിലേക്കും ഞാൻ മാറി മാറി നോക്കി. വിസ്മയം കൊണ്ടും സന്തോഷം കൊണ്ടും എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അറിയാതെ എൻ്റെ ചുണ്ടുകൾ ഇങ്ങനെ മന്ത്രിച്ചു: അപ്പത്തിൽ മറഞ്ഞിരിക്കുന്ന സത്യസ്വരൂപനായ ദൈവത്തിൻ്റെ പുത്ര, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. എന്നിട്ട് പിതാവ് പറയുകയാണ്, ഇന്നോളം ബലിയർപ്പിക്കുമ്പോഴൊക്കെ ഈ ഒരു കൊച്ചു പ്രാർത്ഥന: അപ്പത്തിൽ മറഞ്ഞിരിക്കുന്ന സത്യസ്വരൂപനായ ദൈവത്തിൻ്റെ പുത്ര, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. എളിയവനും ബലഹീനനുമായ ഞാൻ ഈ കൂദാശവചനങ്ങൾ ഉച്ചരിച്ചപ്പോൾ ഈ അപ്പം ഈശോയുടെ ശരീരമായി മാറിയല്ലോ, ഈ വീഞ്ഞ് ഈശോയുടെ രക്തമായി മാറിയല്ലോ എന്ന ആ ഒരു ഓർമ്മയാണ് വിസ്മയം കൊണ്ടും സന്തോഷം കൊണ്ടും കണ്ണുകൾ നിറയാനിടയായത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം മറഞ്ഞിരിക്കുന്നു എന്ന ബോധ്യം നമുക്കുണ്ടാകണം. പരിശുദ്ധ പിതാവ് പറയുന്നു, ഇവിടെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മെ പരാജയപ്പെടുത്തുകയാണ്. ഇന്ദ്രിയങ്ങളിൽ നമുക്ക് കാണാൻ കഴിയില്ല, കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. വൈദികൻ കുർബാനയുടെ സമയത്ത് അപ്പം ഉയർത്തുമ്പോൾ എന്നും തിരുവോസ്തിയല്ല, മനുഷ്യ ശരീരം ധരിച്ച ഈശോയെയാണ് നിങ്ങൾ കാണുന്നുവെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുമെന്നും വളരുമെന്നും ധരിക്കരുത്. ആ വിശ്വാസത്തിലൊരു ചലഞ്ചില്ല. എന്നാൽ ഈ തിരുവോസ്തിയിൽ മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനുണ്ട് എന്ന ഉൾക്കാഴ്ച, അത് ഉൾക്കണ്ടുകൊണ്ട് വിശ്വസിക്കുവാൻ കഴിഞ്ഞാൽ, ആ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം കൂടും. ചുരുക്കത്തിൽ തിരുവോസ്തിയിൽ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ ദൃശ്യമായി കാണാനാവില്ല. അതൊരു ദൈവിക രഹസ്യമാണ്. മറഞ്ഞിരിക്കുന്നത് വിശ്വാസം വളരുന്നതിനും സന്നിഹിതനായിരിക്കുന്നത് നാം സ്നേഹത്തിൽ വളരുന്നതിനും വേണ്ടിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അടയാളങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരു മനസ്സ് പൊതുവിൽ നമുക്കുണ്ട്. എവിടെയെങ്കിലും
ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, ഒരു ബോധ്യം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. മാതാവിൻ്റെ രൂപത്തിൽ നിന്നും എണ്ണയൊഴുകി അല്ലെങ്കിൽ സുഗന്ധമുണ്ടായി എന്ന് കേട്ട് കുർബാന ഉപേക്ഷിച്ച് അങ്ങോട്ട് ഓടുന്ന ഒരു സ്വഭാവം പൊതുവിൽ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഇത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിൽ നിങ്ങൾ ഡൊമിനിക് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് പക്ഷെ തിരിച്ചു വന്നപ്പോൾ കുർബാന തീർന്നു, അന്ന് നിങ്ങൾ കുർബാനയിൽ പങ്കെടുത്തില്ല. നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം നിങ്ങൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ദിവ്യകാരുണ്യ അത്ഭുതം നേരിൽ കാണുവാനുള്ള ഭാഗ്യം ഈ ഉള്ളവർ ലഭിച്ചു. ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ, നിങ്ങൾക്കറിയാം ലിറ്റിൽ ഫ്ലവർ ഫെലോഷിപ്പ്, ആ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ഒരു ആദ്യ നാളുകളിൽ ഞങ്ങൾ ആദ്യത്തെ ഒരു പ്രാർത്ഥനാ സമ്മേളനമായിരുന്നു, ഒരു കുർബാന അർപ്പിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അത് ഞാൻ അംഗമായിരിക്കുന്ന തിരുഹൃദയക്കുന്ന് SH മൗണ്ട് ആശ്രമത്തിലെ ഒരു കൊച്ചു ചാപ്പലിൽ വെച്ചായിരുന്നു. 8 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കുർബാനയുടെ അവസാനം കുർബാന സ്വീകരണത്തിൻ്റെ സമയത്ത് ഞാൻ അവർക്ക് തിരുവോസ്തി തിരുരക്തത്തിൽ മുക്കിക്കൊടുത്തു. പിന്നീട് കാണുന്നത് ഈ തിരുശരീരം സ്വീകരിച്ച ഈ ഒരു മകൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവളുടെ നാവിൽ ദിവ്യകാരുണ്യം മനുഷ്യ മാംസരൂപത്തിൽ, അവിടെ രക്തം കിനിയുന്നത് ഞങ്ങളെ നേരിട്ട് കാണുവാൻ ഉള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, അന്ന് വൈകുന്നേരം ഞാൻ എൻ്റെ ആത്മീയ പിതാവിൻ്റെ അടുത്ത് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്ന ഒരു കാര്യം ഇതാണ്: ദിവ്യകാരുണ്യ അത്ഭുതം നേരിൽ കാണാനായിട്ട് ദൈവം അച്ഛന് ഒരു അവസരം തന്നു. ഒരുപക്ഷെ ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ദൈവം അനുവദിച്ചതാണ്. ഞാൻ ആ നാളുകൾ ജയിലിൽ നിന്നുമൊക്കെ വന്ന നാളുകളാണ്. ദൈവം കൂടെയുണ്ടെന്നും നിരാശപ്പെടരുതെന്നും അറിയിക്കാൻ അനുവദിച്ചതാണ്. പക്ഷേ ഇനി അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പിന്നാലെ പോകരുത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഞാൻ ഈ അത്ഭുതങ്ങളൊക്കെ കാണാൻ, ഇങ്ങനെയുള്ള പ്രത്യേക കാര്യങ്ങളൊക്കെ കാണാനുള്ള ഒത്തിരിയേറെ അവസരം കിട്ടിയിട്ടും ബോധപൂർവ്വം ഞാൻ മാറുകയായിരുന്നു. ഞാനിത് പറയുമ്പോൾ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോകരുത് എന്നല്ല ഇതിൻ്റെ അർത്ഥം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങൾ നടന്ന സഭ അംഗീകരിച്ച എത്രയോ സ്ഥലങ്ങളൊക്കെയുണ്ട്. അവിടേക്ക് പോകുന്നതിൽ ഒരു തെറ്റുമില്ല. ഭരണജ്ഞാനം പോയി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേക ദൈവാനുഭവം നമുക്ക് കിട്ടുന്നുണ്ടല്ലോ, ഒരു അനുഗ്രഹവും കിട്ടും. പ്രത്യേകം ഒരു സംശയവും വേണ്ട, അവിടെ നമുക്ക് ദണ്ഡവിമോചനവും കിട്ടും. കൽക്കത്തയിലെ മദർ തെരേസയുടെ കബറിടത്തിൽ ഒരു ബലിയർപ്പിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ദൈവസ്നേഹാനുഭവം ഇന്നുവരെയും എൻ്റെ ആത്മാവിൽ നിന്നും മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല. പക്ഷേ ഞാനിത് പറയുന്നത്, അനുദിനം നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ ഒരു അനുഭവം നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. എന്ത്? ദൈവം, നമ്മുടെ ദൈവം ഓരോ കുർബാനയിലും നമ്മുടെ കൂടെയുണ്ട്. മിഷൻ പ്രദേശങ്ങളിലെ മൺഭിത്തി കെട്ടിയ കൊച്ചു ചാപ്പലിൽ ബലിയർപ്പിക്കുന്നതും സ്വർണ്ണഖചിതമായ ഏതെങ്കിലുമൊക്കെ മനോഹര കത്തീഡ്രലുകളിൽ ബലിയർപ്പിക്കുന്നതുമെല്ലാം ഒരുപോലെയായി മാറണം. ജോൺ പോൾ പാപ്പ ഇത് ആ ചാക്രിക ലേഖനത്തിൽ പറയുന്നുണ്ട്. താൻ ആദ്യം ശുശ്രൂഷ ചെയ്ത ഒരു കൊച്ചു ഇടവക ദേവാലയം, നിഗോവിക്കിയ എന്നാണ് അതിൻ്റെ പേര്, ആ ഇടവക പള്ളിയിൽ ഞാൻ ബലിയർപ്പിച്ചു. പിതാവ് പറയുന്നതാണ്. പിന്നീട് വിശുദ്ധ പത്രോസിൻ്റെ ബസിലിക്കയിൽ, ലോകമെമ്പാടുമുള്ള അനേകം ബസിലിക്കകളിൽ, അനേകം പട്ടണങ്ങളിലും മൈതാനങ്ങളിലും കെട്ടിയുയർത്തിയ അൾത്താരകളിൽ, ഒപ്പം ഒരു നാടൻ പള്ളിയുടെ ലളിതമായ അൾത്താരയിലും ബലിയർപ്പിക്കുമ്പോഴും വിശുദ്ധ കുർബാന ലോകത്തിൻ്റെ അൾത്താരയിൽ തന്നെയാണ് അർപ്പിക്കപ്പെടുന്നത്. കാരണം ഇത് സ്വർഗത്തെയും ഭൂമിയെയും ഒന്നിപ്പിക്കുന്നു. മാർപ്പാപ്പ പറയുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്കിന്ന് ഈ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം. ഒരു മരുന്ന് പറഞ്ഞു തരാം. ലൂക്കാ 17:5 ആവർത്തിക്കുക. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അച്ഛൻ തിരുവോസ്തി ഉയർത്തുന്നതിന് എലവേഷന് തൊട്ടു മുൻപ് വിഭജന ശുശ്രൂഷയുടെ ആമുഖത്തിൽ ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ടല്ലോ. എന്താണ്? ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം നാളെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഇന്ന് ഈ ധ്യാനചിന്തകൾ കേട്ടതുകൊണ്ട് അച്ഛനത് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഇതൊന്ന് കടന്നു വരട്ടെ, ഈ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണ്? ഈ അപ്പം ഭക്ഷിക്കുന്നവർ ഒരിക്കലും മരിക്കുകയില്ല, പാപത്തിൽ വീഴുകയില്ല. ഇതൊരു ബോധ്യമായിട്ട് നമ്മുടെ ഉള്ളിൽ നിറയണം. ഒരുക്കത്തോടെ സ്വീകരിക്കുവാൻ സഭ അതുകൊണ്ടാണ് 1 മണിക്കൂർ ഉപവാസമൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് കാലം വളർന്നപ്പോൾ ഉപവാസത്തോടെയുള്ള ഒരുക്കമൊക്കെ നമ്മളെല്ലാം അറിയാതെ മറന്നു പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരങ്ങനെ പാടില്ല.
ഒരു കടുങ്കാപ്പി പോലും കുടിക്കാതെയാണ് പഴയ തലമുറ കുർബാനയിൽ പങ്കെടുത്തിരുന്നത്. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്ന, കുർബാന കഴിഞ്ഞ് കാരണവന്മാർ വന്ന് വെള്ളം ചോദിക്കുമായി, ഞാൻ കൊച്ചച്ഛനായിരുന്ന അവസരത്തിലൊക്കെ. കാരണം അവർ ഉമിനീര് പോലും ഇറക്കുകയില്ല. ഈ കൊറോണ കാലത്ത് പ്രത്യേകിച്ച് ഞായറാഴ്ചകളിൽ എനിക്ക് അടുപ്പിച്ച് 2-3 കുർബാനകൾ അർപ്പിക്കേണ്ടി വന്നപ്പോൾ ആ ഉപവാസം പൂർണ്ണമായിട്ടും എടുക്കാൻ കഴിയാത്തതിനെക്കുറിച്ചുള്ള ഒരു വിഷമം എൻ്റെ മനസ്സിലുണ്ട്. അതൊക്കെ ഓർത്തുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. പക്ഷേ നമ്മൾ ഓർമ്മിക്കണം, ഇന്ന് നമ്മൾ പുതിയ നിയമത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അറിയാതെ ഒരു ലാഘവ മനസ്സ് നമുക്ക് കടന്നു വരികയാണ്. ഈ കുർബാനയെ സ്വീകരണത്തിൻ്റെ മഹത്വം പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം. അതിൽ ചിലർ ഒക്കെ പറയാറുണ്ട്, പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിൽ ഈശോ ബലിയർപ്പിച്ചപ്പോൾ അപ്പോസ്തലന്മാരാരും ഉപവസിച്ചില്ലല്ലോ, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ സിഹിയോൻ ശാലയിൽ. പക്ഷേ അതിന് അഗസ്റ്റിനൊക്കെ കൊടുക്കുന്ന, സഭാപിതാക്കന്മാർ കൊടുക്കുന്ന ചില വ്യാഖ്യാനങ്ങളുണ്ട്. സിഹിയോൻ മാളികയിലാണ് നമ്മൾ പ്രസവിച്ചു വീണത് പെന്തക്കോസ്താ ദിനത്തിൽ. എന്നിട്ട് സഭാപിതാക്കന്മാർ പറയുന്ന മനോഹരമായൊരു ചിന്തയുണ്ട്. സഭയാകുന്ന മാമോദീസ തൊട്ടിയിൽ പിറന്നു വീഴുന്ന കുഞ്ഞിന് സഭയാകുന്ന അമ്മ നൽകുന്ന മുലപ്പാലാണ് കുർബാന. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി നിങ്ങളത് കേട്ടുകൊള്ളൂ. സഭയാകുന്ന മാമോദീസ തൊട്ടിയിൽ പിറന്നു വീഴുന്ന ദൈവ കുഞ്ഞിന് സഭയാകുന്ന അമ്മ നൽകുന്ന മുലപ്പാലാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പ്രാരംഭ കൂദാശകൾ നൽകുമ്പോൾ, ഇപ്പോഴാണ് നമ്മുടെ മാമോദീസ സ്ഥൈര്യലേപനം കുർബാന ഒന്നിച്ചല്ലേ കൊടുക്കുന്നത്. മറ്റു ഭക്ഷണം കൊടുക്കുന്നതിന് മുൻപ് തന്നെ ഈ കുർബാന കൊടുക്കണമെന്ന് സഭ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം അതാണ്. ഇത് എന്നാണ്, ഇന്ന് നമ്മൾ ബേബി ഫുഡും കോംപ്ലാനും ഒക്കെ കൊടുത്ത് കുഞ്ഞുങ്ങളെ വളർത്തിയതിന് ശേഷമാണ് കുർബാന കൊടുക്കുന്നത്. പക്ഷേ ആ സഭയാകുന്ന അമ്മ കൊടുക്കുന്ന ഈ മുലപ്പാല് കുഞ്ഞുണ്ടായി അധികം വൈകാതെ തന്നെ കൊടുക്കുന്നത് എത്ര മനോഹരമാണെന്ന് ഇന്ന് കേൾക്കുന്നവർ തിരിച്ചറിയണം. നമ്മുടെ വിശ്വാസാനുഭവം വർദ്ധിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിശ്വാസം നിറഞ്ഞാൽ നമുക്ക് സത്യത്തിൽ കുർബാനയെക്കുറിച്ചുള്ളൊരു സ്നേഹം, തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി ഈ ബലി അർപ്പിക്കുവാൻ ഒന്നാമത്തെ അനാഫ്രായിൽ, പിന്നീട് നമ്മളത് വ്യാഖ്യാനിക്കും, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, തികഞ്ഞ സ്നേഹവും ഉറച്ച വിശ്വാസവും. ഈശോയുടെ ശരീരരക്തങ്ങളാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. വിശ്വാസ പ്രമാണം നിങ്ങൾ ഇടയ്ക്കെല്ലാം ഈ ഇന്നും നാളെയും ഒക്കെ ആവർത്തിച്ചുകൊള്ളൂ. വിശുദ്ധ എഫ്രേമും ഒക്കെ ഈ സഭാപിതാക്കന്മാർ ഇതൊക്കെ പറയുന്നുണ്ട്. ആത്മീയപിതാക്കന്മാർ പറഞ്ഞു തരുന്ന ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഇന്നത്തെ വചനചിന്തകൾ അവസാനിപ്പിക്കുകയാണ്. ഓരോ കുർബാന അർപ്പിക്കുമ്പോഴും ആദ്യബലി പോലെ, അന്ത്യബലി പോലെ, ഏകബലി പോലെ ആണ് അർപ്പിക്കേണ്ടത്. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ വരുമോ ഇല്ലയോ എന്ന് വൈദികൻ സ്വകാര്യ പ്രാർത്ഥനയിൽ ചെല്ലുന്നത് ഹൃദയം കൊണ്ട് നമ്മളും ചെല്ലണം. ആദ്യം ചെല്ലണം കുർബാനയുടെ ആമുഖത്തിൽ മനസ്സുകൊണ്ട് ഇനി ഒരു ബലി അർപ്പിക്കുവാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാം. കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ആശീർവദിക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ രക്തം കൊണ്ട് ഇവരെ എല്ലാവരെയും മുദ്ര ചെയ്യുന്നു. ഇവിടെ കുടുംബങ്ങളെയും സന്യാസ ഭവനങ്ങളെയും മുദ്ര ചെയ്യുന്നു. കർത്താവെ ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും യോസേപ്പ് പിതാവിൻ്റെയും പ്രത്യേക സംരക്ഷണവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.